നല്ലവനായ സ്വർഗ്ഗപിതാവേ, നീ അനുഗ്രഹിക്കുന്ന ഈ പകൽ വേലയ്ക്കായി നന്ദി പറയുന്ന കർത്താവ്. വചനം പറയുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അത് കേൾവിക്കാർക്കും കാഴ്ചക്കാർക്കും പരിശുദ്ധാത്മാവ് ഒരുപോലെ നിറഞ്ഞു നിൽക്കുവാനുള്ള കൃപ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ദൈവമേ, നല്ലത് മാത്രം തിരഞ്ഞെടുത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാൽ അഭിഷേകം ഇറങ്ങുവാൻ ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ലൂക്കോസിൻ്റെ 18:18 ഒരു അധികാരി അവനോട് വന്ന് ചോദിച്ചു, നല്ലവനായ ഗുരു, നിത്യജീവൻ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം? യേശു പറഞ്ഞു, എന്തുകൊണ്ടെന്നാൽ നീ എന്നെ നല്ലവനെന്ന് വിളിക്കുന്നത് എന്ത്? ദൈവമല്ലാതെ നല്ലവനായി മറ്റൊരു ആരുമില്ലല്ലോ. പ്രമാണങ്ങൾ നിനക്കറിയാമല്ലോ. വ്യഭിചാരം ചെയ്യരുത്, കൊല്ലരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം നൽകരുത്, പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക. അവൻ പറഞ്ഞു, ചെറുപ്പം മുതലേ ഇവയെല്ലാം ഞാൻ പാലിച്ചിട്ടുണ്ട്. അത് കേട്ട യേശു പറഞ്ഞു, നീ നിനക്ക് ഒരു കുറവുണ്ട്. നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്തുക, അപ്പോൾ സ്വർഗ്ഗത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാകും. അനന്തരം വന്ന് എന്നെ അനുഗമിക്കുക. എന്ന് കേട്ടപ്പോൾ അവൻ വളരെ വ്യസനിച്ചു, കാരണം അവൻ വലിയ ധനികനായിരുന്നു. യേശു അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, സമ്പന്നൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത് എത്ര ദുഷ്കരം. ധനികൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴിയിൽ കൂടി കടന്നു പോകുന്നതാണ് നല്ലത്. വ്യഭിചാരം ചെയ്യരുത്, കൊല്ലരുത്. കർത്താവായ യേശു പറഞ്ഞു, വ്യഭിചാരം നമ്മൾ ആസക്തിയോട് നോക്കുന്നവൻ വ്യഭിചാരത്തിന് തുല്യമാണ്. പാപം ചെയ്യണമെന്നെങ്കിൽ പാപം പടിവാതിൽ കിടപ്പുണ്ട്. നമ്മൾ വ്യഭിചാരം ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് നന്മ ചെയ്യാം. നമ്മുടെ ഈ വ്യഭിചാരമോ മദ്യപാനികളോ ഒരിക്കലും പാപത്തിൻ്റെ മേഖലയിലാണ് നിൽക്കുന്നത്. നമ്മുടെ മക്കൾ, നമ്മുടെ കുടുംബത്തിന് പ്രശ്നം. ഇന്ന് ആരും പാപം ചെയ്യുന്നവരാരും പറയത്തില്ല ഞാൻ പാപം ചെയ്തെന്ന്. പക്ഷെ നമ്മൾ ഹൃദയത്തിലേക്ക് തിരിഞ്ഞു നോക്കണം, നമ്മൾ എന്താണ് ചെയ്യുന്നത്, മറ്റുള്ളവർക്ക് ഗുണമായിട്ട് ചെയ്യും. അതായത് സഭാപ്രസംഗി 10:1 പറയുന്നു, ചത്തി ഈച്ച തൈലത്തിൽ വീണാൽ ആ തൈലത്തെ മൊത്തം പന്നലാക്കും എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ചെയ്യുന്ന പാപമാണ്. ഇന്നെല്ലാവരും വിചാരിക്കുമ്പോൾ ഞാൻ ആരും കാണുന്നില്ല, ഇത് അച്ഛൻ കാണുന്നില്ല, അമ്മാമ്മ കാണുന്നു. ഇന്ന് ഏറ്റവും കൂടുതൽ വ്യഭിചാരത്തിൽ കൂടിയാണ് ഒരു മനുഷ്യൻ പാപത്തിൻ്റെ മേഖല കണ്ടെത്തുന്നത്. നമ്മൾ ജീവിക്കുമ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ജീവിക്കണം. നമ്മുടെ മക്കളെ നോക്കി, മാതാപിതാക്കളെ നോക്കി, സഹോദരങ്ങളെ നോക്കി, നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ അരികെ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണ്. ദൈവം തമ്പുരാൻ്റെ സന്നിധിയിൽ നിൽക്കണമെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധ അഭിഷേകം നമ്മളിലൂടെ ഇറങ്ങണം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ആരും കാണുന്നില്ല. ഇന്ന് രാത്രി പകലാകുമ്പോൾ എന്തെല്ലാം പാവം ചെയ്യുന്നുണ്ട് നമ്മൾ ചിന്തിക്കുന്നു. വ്യഭിചാരം ചെയ്യുന്നതോ മദ്യപാനികളോ നമ്മുടെ ഒരു വീട്ടിലുണ്ടെങ്കിൽ അസമാധാനം തന്നെ. ഇന്ന് ആരും കാണുന്നില്ല, നമ്മൾ ചെയ്യുന്നില്ല. എന്നാൽ ഈ മനുഷ്യർ ഇന്ന് നമ്മളെപ്പറ്റി എന്ത് വില തരും? നമ്മുടെ മാതാപിതാക്കളോ മക്കളോ സഹോദരങ്ങളോ എല്ലാവർക്കും നമുക്കൊരു വിലയുണ്ട്. ആ വില നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും. എന്നാൽ നമ്മൾ ചെയ്യുന്ന കാര്യം മനുഷ്യൻ്റെ മുന്നേ ജീവിച്ചു പോകണമെങ്കിൽ ഇച്ചിരി പാടാം. എന്നാൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കണം. ഈ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രം പാപത്തിന് ഏറ്റവും പെട്ടെന്നാണ് പാപം. പിന്നെ ഒരു 10 നില കെട്ടണം 1 സെക്കൻഡ് കൊണ്ട് നമുക്ക് പൊളിക്കാൻ പറ്റും. പക്ഷേ 10 നില കെട്ടണം വളർത്തി പൊക്കണമെന്നുണ്ടെങ്കിൽ വർഷങ്ങൾ കാത്തിരിക്കണം എന്ന് പറഞ്ഞതിൻ്റെ കൂട്ടാണ് പാവം നമ്മുടെ മുന്നിൽ തന്നെ ഉണ്ട്. ഏത് കാര്യത്തിനും പാത്താമെന്ന് പറയും, തിന്നോ അല്ല ചെയ്തോ. പക്ഷെ പാവം ചെയ്ത് കഴിയുമ്പോൾ അവനങ്ങ് മാറും. ഇന്ന് ഏറ്റവും വ്യഭിചാരം ചെയ്യരുത്. നീ വ്യഭിചാരത്തിന് ആസക്തിയോട് സംസാരിക്കാൻ വ്യഭിചാരം, കണ്ണിനോട് നോക്കുന്ന വ്യഭിചാരമാണ് ചെയ്യുന്നത്. കണ്ടപ്പോൾ ശരീരമായിട്ടൊന്നും ബന്ധപ്പെടണമെന്നില്ല. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ദൈവത്തിന് അനിഷ്ടമല്ലാത്ത ഏത് കാര്യവും നമ്മൾ ചെയ്യുന്നത്. കൊല ചെയ്യലെന്ന് പറയുന്നു. എങ്ങനെയാ കൊല ചെയ്യുന്നത്? ഒരാളെ കൊല്ലുന്നതല്ല കൊല. നമ്മളൊരു മനുഷ്യനെ തേജോപതനം ചെയ്യും. അവൻ സംസാരം, വാക്ക്, പ്രവൃത്തി, നോട്ടം ഇല്ലാത്തതെല്ലാം കൊലപാതകം. നമ്മൾ ചെയ്യുന്ന കൊലപാതകങ്ങൾ ദൈവം തമ്പുരാന്റെ മുന്നിൽ കണക്കിൽ. നീ സഹോദരനെ മൂടായി എന്ന് വിളിച്ചാൽ നീ അഗ്നിയിലേക്ക് ഇടയാവുമെന്നാണ് പറയുന്നത്. നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ ഒത്തിരി പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നത്. നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്. ഇന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരുത്തനെങ്കിലും പാപം ചെയ്യുന്നില്ല, ഞാൻ 100% ശരിയായിട്ട് ജീവിക്കുന്ന എത്ര പേരുണ്ട്? ഒരാളുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ഒന്ന് ചൂണ്ടിക്കാണിച്ചാൽ ഞാൻ അവരെ കണ്ടൊന്ന് പഠിക്കാനാണ്. ആ ചൂണ്ടി ഒന്ന് കാണിക്കണം. ദൈവം തമ്പുരാൻ പറഞ്ഞത് ഇതാണ്, നിങ്ങൾ അധ്വാനിക്കുന്നവരും പാനം ചുമക്കുന്നവരും നിങ്ങൾ എൻ്റെ അരികിൽ വരും, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അതായത് കൽപ്പന പ്രമാണിച്ചിരിക്കുന്നത്. അതായത് നമ്മുടെ മദർ തെരേസ എല്ലാം നല്ല കാര്യം ചെയ്തു. ഈ നല്ല കാര്യം ചെയ്തപ്പോഴൊക്കെ അവർക്ക് ചെയ്തുള്ളൂ. അന്നേരം ഏത് കാര്യം നല്ല കാര്യം ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു തിരിച്ചൊരു പ്രതികരണമുണ്ട്. പക്ഷേ വെള്ളം അടിച്ച് ഓടെ കിടക്കുന്നവനും അല്ലെങ്കിൽ വേറെ കാര്യം ചെയ്യുവാൻ അതിൻ്റെ പിന്നിൽ നിങ്ങൾക്ക് കംപ്ലൈൻറ്റ് ഇല്ല. പക്ഷെ നിങ്ങൾ കംപ്ലൈൻറ്റ് ചെയ്ത് എനിക്ക് നല്ലത് തന്നെ, ഞാൻ അത്രമാത്രം വളർന്നുകൊണ്ടേയിരിക്കും. അതായത് കേരളത്തിലെ ഞണ്ടിനെ എവിടെ വേണമെങ്കിലും കൊണ്ടുപോകും. തുറന്ന സൈഡിൽ കൂടെ കൊണ്ടുപോയി. ഞണ്ടിൻ്റെ സ്വഭാവം എന്തോ അറിയോ? ഒരു ഞണ്ടിനെ മേപ്പോട്ട് കയറുമ്പോൾ ഒരു ഞണ്ടിൻ്റെ മുകളിൽ കയറി പിടിച്ച് താഴോട്ട് ഇടുക. ഇന്ന് പറഞ്ഞ പോലെ നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവത്തെ അറിയുവാൻ ഇച്ചിരി കഷ്ടപ്പാടാണ്. ദൈവത്തെ വിളിച്ചവന് മാത്രമേ ദൈവത്തിൻ്റെ വേല ചെയ്യാൻ പറ്റൂ. ദൈവം വിളിക്കാത്തവന് ഈ വേല ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ വണ്ടി ഓടിക്കണം, എനിക്ക് ഡ്രൈവിംഗ് അറിയാതെ വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല.
എന്നാൽ ദൈവം വിളിച്ചത് ആരോ അവൻ വിളിക്കുന്നു. ദൈവം വിളിച്ചത് അനേകരെങ്കിലോ ബിരുദ പ്രാപിക്കുന്ന ഒരു ചുരുക്കം ചിലവരാണ്. നമ്മൾ പറയുമ്പോൾ ഗുരു അത് ഇത് പറഞ്ഞു എന്ന് വിളിക്കുന്നു. ദൈവം അല്ലാതെ നല്ലവനായി മറ്റാരുമില്ല. പ്രമാണങ്ങൾ നിനക്കറിയാവല്ലോ. വ്യഭിചാരം ചെയ്യരുത്, കൊല്ലരുത്, മോഷ്ടിക്കരുത്. നമ്മൾ മോഷ്ടിക്കുന്നില്ലേ? നമ്മൾ ഇന്ന് എക്സ്പേർഡ് മോഷണമാണ്. അതിലിരിക്കുന്ന ഒരു മുളക് പറിച്ചാൽ മോഷണമാണ്. എന്നാൽ ദൈവം അറിയാത്ത എല്ലാം മോഷണമാണ്. നമ്മൾ മോഷ്ടിക്കത്തില്ലെന്ന് പറയുന്നത് തെറ്റാണ്. പക്ഷെ നമ്മളെല്ലാം ചെറുതും വലുതുമായ എല്ലാം മോഷണമുണ്ട്. അതാ കൊല്ലരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം നൽകരുത്. നമ്മൾ ഏത് കാര്യത്തിലാണ് കള്ളസാക്ഷ്യം പറയുന്നത്? ദൈവത്തെ കൊണ്ട് എത്ര ആണയിടും? നമ്മൾ കള്ളസാക്ഷ്യമേ പറയുന്നുള്ളൂ, ദൈവത്തെ കൊണ്ട് ആണയിടുന്നു. അന്നേരം ദൈവം തമ്പുരാൻ എല്ലാം ചിന്തിക്കും. ദൈവം തമ്പുരാൻ നമ്മൾ എന്ന് അനുചിന്തനം ദൈവം തമ്പുരാന്റെ പന്നതിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു. അന്നേരം ഈ മനുഷ്യൻ പറഞ്ഞു, ഞാൻ 10 കൽപ്പന ചെയ്യുന്നുണ്ട്. തമ്പുരാൻ സമ്മതിച്ചല്ലോ. നമുക്കൊരു കൽപ്പന ചെയ്യാൻ പറ്റും. ഈ നല്ല ഗുരു ഞാൻ ഈ നല്ല ഗുരു ഞാൻ വന്നിട്ട് സ്വർഗരാജ്യത്തിൽ കടപ്പാൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞ വ്യക്തി പറയാം 10 കൽപ്പന തമ്പുരാൻ തന്നെ സമ്മതിക്കുന്നുണ്ട്. നിനക്കൊരു കുറവുണ്ട്. നീ ധനം വിറ്റ് ദരിദ്രർക്ക് കൊടുത്ത് നീ എന്നെ അനുഗമിക്കുക. ഇന്ന് നമ്മുടെ കാര്യങ്ങളെല്ലാം അങ്ങനെയാണ്. ഇന്ന് പണമുള്ളവര് ഇന്ന് ദൈവത്തെ അറിയുന്നു. ഇന്ന് ഏറ്റവും കൂടുതൽ പറയുന്നത്, ഞാൻ എൻ്റെ മകൻ കഷ്ടപ്പെട്ടു, ഞാൻ അധ്വാനിച്ചു, ഞാൻ ദൈവം തമ്പുരാനൊന്നും തന്നില്ല. നിന്റെ ശ്വാസം, നീ വിടുന്ന ശ്വാസം തമ്പുരാൻ തന്നില്ല എങ്കിൽ നമുക്കറിയാവുന്നു. എന്നാൽ ഈ നെഹളവും അഹങ്കാരവുമാണ് ഇന്ന് ദൈവവുമായിട്ട് എന്നെ നിന്നെ അകത്ത് എൻ്റെ പാപം നിമിത്തമാണ്. നമ്മളെപ്പോഴും ചിന്തിക്കണം, നിന്റെ ശ്വാസം തന്ന തമ്പുരാന, നിന്നെ എണ്ണിച്ച് നടത്തുന്ന തമ്പുരാന, നിന്റെ മേലിൽ കൂടി ദൈവത്തിന്റെ അഭിഷേകമായി ഇറങ്ങുന്നത്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒന്നിൽ കൂടി ഇറങ്ങുന്നത്. അന്നേരം നമ്മൾ ദൈവത്തെ അറിയുമ്പോൾ ദൈവം തമ്പുരാൻ നിന്നിൽ നിന്ന് കൃപയൊഴുകണമെന്നെങ്കിൽ നമ്മളെ വിശുദ്ധിയോടുകൂടി ജീവിക്കണം. അതുകൊണ്ട് നൽകരുത്. പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കണം. ഇന്ന് മാതാപിതാക്കൾ എവിടാ? ഈ ജന്മം തന്നെ 9 മാസവും 9 ദിവസവും പോറ്റിയ ഇന്ന് മാതാപിതാക്കൾ എവിടാ? അനാഥാലയത്തിൽ. ഒരമ്മ 5 മക്കളുണ്ടെങ്കിൽ ഒരു മോൻ്റെ അരിക്കലായിരിക്കും, കാസർഗോട്ടായിരിക്കും അപ്പൻ, അമ്മ തിരുവനന്തപുരത്തായിരിക്കും. ഇവർ വയസ്സെന്ന കാലത്ത് അവർ തങ്ങൾ സംസാരിക്കേണ്ടതിന് പകരം ഇന്ന് ജീവിതം മാതാപിതാക്കളെ പൗത്തെടുക്കുക. അതാണ് നമ്മൾ ദൈവം പഠിപ്പിച്ചത്. 9 മാസം 9 ദിവസം ചുമന്ന് വളരെ കഷ്ടപ്പെട്ടാണ് ഈ മാതാപിതാക്കൾ മക്കളെ വളർത്തിയത്. ഇന്ന് ഭാര്യ പറഞ്ഞ് നമുക്ക് പോവാൻ ചേട്ടാന്ന് പറഞ്ഞുകൊണ്ട് തമ്പുരാൻ പറയുന്ന അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരി ഇരുവരും ഒരു ദേഹിയായിത്തീരുന്ന് ഈ ദേഹിയും വിളിച്ചുകൊണ്ട് അവർ പോകുന്നത്. ഈ മാതാവിൻ്റെ കാര്യം, പിതാവിൻ്റെ കാര്യം ഇന്ന് നമ്മൾ നോക്കാറുണ്ടോ? നമ്മൾ പള്ളി മുന്നേ നിൽക്കും, നമ്മൾ വേദപുസ്തകം വായിക്കും, കുരിശിടും, എല്ലാം പ്രാർത്ഥിക്കും. പക്ഷേ ഇഞ്ഞപ്പുറത്ത് മാതാപിതാക്കളെ നോക്കാതെ ഇന്ന് അനാഥാലയത്തിലും വൃദ്ധമന്ദിരത്തിലും, ഇന്ന് കേരളത്തിൽ അനാഥാലയം വൃദ്ധമന്ദിരം എന്താ കൂടിയിരിക്കുന്നത്? അതൊക്കെ ഒരു വരുമാനമാണ്. നോക്കാൻ ആരുമില്ല, ഇഷ്ടംപോലെ പൈസ കൊടുക്കും. അതല്ല നമ്മൾ ചിന്തിക്കുന്നത്. നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ നോക്കേണ്ടത് ആവശ്യം. എങ്കിൽ നമ്മളും നാളെ മാതാപിതാക്കന്മാരാകും. അന്നേരം നമ്മൾ കരഞ്ഞിട്ട് കഥയില്ല. ഇപ്പം കൊടുക്കണം. അടിസ്ഥാനം ഇട്ട് വീട് വെച്ച് കഴിഞ്ഞാൽ, മണ്ണിനകത്ത് വീട് വെച്ച് കഴിഞ്ഞാൽ അത് നിലം പൊട്ടും. പാറമേൽ വീട് വെച്ചാലോ അത് നിലനിൽക്കും എന്ന് പറഞ്ഞ മാതാപിതാക്കളെ നോക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഇനിയും നിനക്ക് ഒരു കുറവുണ്ട്. നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാകും. ഇവിടെ നിക്ഷേപം വേണമെന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാരോടുന്നു. ആരെങ്കിലും വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുമോ? എത്ര പേർക്ക് കൊടുക്കുന്നുണ്ട്? ഇന്ന് മതിൽക്കെട്ടിൻ്റെ അകത്ത് കിടന്ന് ആകാൻ പോക ഉള്ളതെന്ന് പറഞ്ഞാൽ ഒരു അമ്മച്ചിയും കാണും, ഒരു പട്ടിയും കാണും, പിന്നെ വാക്കുകളെല്ലാം പുറത്താണ്. സ്വർഗരാജ്യത്തിൽ കൊടുക്കണമെന്നുള്ള നിക്ഷേപം ഉണ്ടാകുന്നത്. ഇപ്പോൾ ആൾക്കാരിപ്പോൾ സ്വർഗരാജ്യത്തിലല്ല നോക്കുന്നത്, ഇപ്പോൾ ഇവിടുത്തോട്ടാണ് നോക്കുന്നത്. ഈ നിക്ഷേപം സ്വർഗരാജ്യത്തിൽ അന്നേരം തമ്പുരാൻ തന്നെ പറയുന്നു, സൂര്യക്കുഴിയിൽ കൂടി കടന്നു പോകുന്നതാണ് അത് നല്ലത്. ഇത് കേട്ടിട്ട് ചോദിച്ചു, അങ്ങനെയെങ്കിൽ രക്ഷ പ്രാപിക്കാൻ ആർക്ക് കഴിയും? അവൻ പറഞ്ഞു, മനുഷ്യർക്ക് അസാധ്യമെങ്കിൽ ദൈവത്തിനെല്ലാം സാധ്യമാണ്. നമ്മൾ ചിന്തിക്കുന്ന എല്ലാ കാര്യങ്ങളും അസാധ്യമാണെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന് സാധിക്കാത്ത ഒന്നും. ഇന്ന് മനുഷ്യനാണ് എല്ലാം പ്രവർത്തിക്കുന്നത്, മനുഷ്യനാണ് എല്ലാ കാര്യങ്ങളും കണ്ടുപിടിക്കുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മൾ പ്രവർത്തിക്കുന്നില്ല എങ്കിൽ നമ്മളെല്ലാം വട്ടപൂജ. പറഞ്ഞില്ല, മായ മായ എല്ലാം മായ. എന്നാൽ അതുപോലെ നമ്മൾ ജീവിക്കണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കരങ്ങൾ നമ്മളതിൽ പ്രവർത്തിക്കണമെങ്കിൽ നമ്മുടെ ശരീരങ്ങൾ, മനസ്സ്, ഹൃദയങ്ങളെല്ലാം ദൈവത്തിന് കൊടുക്കണം. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. നല്ലവനായ സ്വർഗ്ഗപിതാവേ, ഈ വചനം കേൾക്കുന്നവർ അനേകൽ കൂടി മാനസാന്തരം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഇത് പ്രവർത്തിക്കുന്നവരും ഞങ്ങൾക്കെല്ലാം ദൈവത്തിൻ്റെ അഭിഷേകം ഓരോ ദിവസം കഴിയും തോറും അനേകളിൽ എത്തുവാൻ തക്കോണം കൃപ തന്നതിനായി നന്ദി പറയുന്ന കർത്താവ്. ഈ മക്കളെ എല്ലാം നിൻ്റെ കരങ്ങളിലേക്ക് തരുന്ന കർത്താവേ, ചെറുതും വലുതുമായ എല്ലാ രോഗങ്ങളുള്ളവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ,
രോഗിയായി കിടക്കുന്ന അനേകരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, വീടില്ലാത്തവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ദൈവമേ ക്യാൻസർ രോഗികൾ, എയ്ഡ്സ് രോഗികൾ, മെൻ്റൽ രോഗികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, സാമ്പത്തിക മാന്ദ്യത കിടക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, ജപ്തി നോട്ട് വീഴ്ചയുള്ളവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഇന്നൊരു നേരത്തെ ആഹാരമില്ലാതെ വസ്ത്രമില്ലാതെ കിടക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ആരാരും നോക്കാനില്ലാത്തവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ അനേക മാതാപിതാക്കളെ ദൈവമേ അനാഥാലയങ്ങളിൽ കിടപ്പുണ്ടല്ലോ കർത്താവെ, ദൈവമേ മക്കളെ ഓർത്ത് കരയുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധ അഭിഷേകങ്ങളിലേക്ക് ഇറങ്ങണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ ഒരിക്കലും ഒരു മക്കളും മാതാപിതാക്കളെ അനാഥാലയങ്ങൾ കൊണ്ടുവിടാൻ നീ അനുവദിക്കില്ലേ കർത്താവെ. ദൈവമേ അവർക്ക് നല്ലൊരു മനസ്സും ബുദ്ധി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ ചാർച്ചക്കാർ ദേശത്തെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആരെല്ലാം പറഞ്ഞ് അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇത് കേൾക്കുന്ന മക്കൾ പരിശുദ്ധ അഭിഷേകം ഇറങ്ങണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവം നല്ലത് മാത്രം കൊയ്തെടുക്കുവാൻ, നല്ലത് മാത്രം വിതയ്ക്കുവാൻ ദൈവത്തിൻ്റെ അഭിഷേകം ഇറങ്ങണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അനേകരോടി കർത്താവെ, ഓട്ടക്കളത്തിൽ അനേകരോടിയെങ്കിലും ബിരുദ പ്രാപിക്കുന്ന ഒരു ചുരുക്കം ചിലവരാണല്ലോ കർത്താവെ. അനേക രോഗങ്ങൾ സൗഖ്യം നടക്കുന്നുണ്ട് കർത്താവെ. ദൈവമേ ആട്ടിന് വേദന, നെഞ്ചിന് വേദന, നടുവിന് വേദന എല്ലാവരും ഫലിപ്പിക്കുന്നു കർത്താവെ. ഇതെല്ലാം സൗഖ്യം നടന്ന കർത്താവെ. ഇപ്പോൾ തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധ അഭിഷേകം യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.